प्यारे बच्चों सबको नमस्कार. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠം ഇക്കായി ദോ. പാഠത്തിൻ്റെ പേരാണ് ഖുഷി കി ഖുഷി. ഖുഷി പറഞ്ഞാൽ സന്തോഷം. ഇവിടെ ഒരു കഥയാണ്. ഈ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് ഖുഷി തന്നെയാണ്. ഖുഷി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു കഥയാണ് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ കഥയിലൂടെ നമ്മൾ ഹിന്ദി ഭാഷയിലെ കൂടുതൽ വാക്കുകൾ ഒക്കെ ആയിട്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ ഹിന്ദി പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഥ. അപ്പോൾ നിങ്ങൾ ഈ പാഠപുസ്തകത്തിൽ ആദ്യത്തെ പേജിൽ കാണുന്ന ചിത്രം ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ് കാണുന്നത്? ഈ ചിത്രമേ ക്യാ ക്യാ ദേഖ്താ ഹെ? ആ പൂച്ച, ആ ബില്ലി, പിന്നെ മീനിന് പറയുന്നത് മച്ചലി, പശു ഗായ്, പിന്നെ മരം ഉണ്ടല്ലേ, മരത്തിന് പേട്. മരത്തിൻ്റെ എടുത്ത് തന്നെ നമ്മൾ ഒരു വീട് കാണുന്നുണ്ട് അല്ലേ, ഗർ. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ പേര് ഒന്നുകൂടെ പറയാ. പൂച്ച ബില്ലി, പശു ഗായ്, മരം പേട്, മീൻ മച്ചലി. മീന് ഒഴുകുന്നത് ഒരു തോട്ടിലൂടെയാണല്ലേ. അപ്പോൾ തോടെന്ന് പറയുന്നത് നാല. പിന്നെ ആകാശം കാണുന്നുണ്ട്, പച്ചപ്പ് ഹരിയാലിണ്ട്. അപ്പോൾ ചിത്രത്തിലെ ഈ വാക്കുകളായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നിങ്ങൾ അടുത്ത പേജിലേക്ക് പഠനം. നിങ്ങൾ എന്താ കാണുന്നത്? ഒരു പക്ഷിക്ക് പറയുന്ന ഹിന്ദിയിലെ വാക്ക് നേരത്തെ നമ്മൾ പഠിച്ച്. എന്താണ്? വെരി ഗുഡ്, ചിടിയ. ഈ പക്ഷിയുടെ വീട്ടിലാണ് അല്ലേ. ചിടിയ കാ ഗർമേ ഹെ അല്ലേ. അപ്പോൾ അവിടെ പക്ഷി കാണുന്നുണ്ട്, പക്ഷിയുടെ ഒരു വീട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ, നിങ്ങൾ 33-ാമത്തെ പേജിൽ ഈ കവിതയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്കുക, അതിൻ്റെ താഴെ കവിത എഴുതിയ ആളെ പേരുണ്ട് നിരങ്കാർ ദേവ് സേവക്. അപ്പോൾ നിങ്ങൾ ആ കവിത ഒന്ന് വായിച്ചു നോക്കുക. കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലോ, അപ്പം ഒന്ന് വായിച്ചു നോക്കുക. കവിത വായിക്കുമ്പോൾ തുടർന്ന് പേജുകൾ നിങ്ങൾ മറച്ചു നോക്കുക. അതായത് പേജ് മറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേജ് മറിച്ചാൽ ഇതാ പേജ് നമ്പർ 48. ഈ 48-ാമത്തെ പേജിൽ ഈ കവിതയിലെ ചിടിയാക്കർ എന്ന കവിതയിലെ വാക്കുകൾ, അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഞാൻ ആദ്യം ആ കവിത ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കും. ഇത് വളരെ മനോഹരമായ ഈണത്തിൽ നമുക്ക് ചെല്ലാം. പക്ഷെ നിങ്ങൾ ആദ്യം, ഇപ്പം ഞാൻ ഈണത്തിൽ ചെല്ലുന്നില്ല, ഞാനൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യക്തമായ ഉച്ചാരണമൊക്കെ മനസ്സിലാക്കുന്നതിന് ഭാഗമായിട്ട് ഞാനൊന്ന് സാധാരണത്തിൽ വായിക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിക്കാം. ചിടിയ ലിയേ ചോഞ്ചുമേൻ തിൻക ചലി ബനാനെ ഗർ കോൻ രഹേഗ ഉസ് ഗർ കെ അന്തർ. അപ്പൊ ഈ ആദ്യത്തെ 4 വരി ഒന്നുകൂടെ വായിക്കുക. അപ്പം ഞാൻ അടുത്തത് വായിക്കുമ്പോൾ ലേശം ഒരു എന്താണ് ഒരു ട്യൂണ് കൊടുത്തുകൊണ്ട്, കുറച്ചുകൂടി ഒരു ട്യൂണ് കൊടുത്തുകൊണ്ട് എന്ന് വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ചിടിയാലിയേ ചോഞ്ച് മേൻ തിൻക ചലി ബനാനെ ഗർ കോൻ രഹേഗ ഉസ് ഗർ കെ അന്തർ. നിങ്ങൾക്ക് വേറെ മനോഹരമായ രീതികളൊക്കെ എടുക്കാം. ഇനി അടുത്ത 4 വരി
ശ്രദ്ധിക്കുക. ചിടിയാക്കെ ദോ ബच्चे होंगे उस घर के अंदर पर निकले तो उड़ जाएंगे फर 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 फर. അടുത്ത 4 വരി. ചിടിയാക്കെ ദോ ബच्चे होंगे उस घर के अंदर पर निकले तो उड़ जाएंगे फर 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 फर. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് പോസ്റ്റ് നിർത്തിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ എടുത്തിട്ട് ഈ കവിതയുടെ ആശയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, വാക്കുകൾ മനസ്സിലാക്കിയിട്ട്. ഞാൻ പറയാം. ചിടിയാലിയെ ചോഞ്ചുമേൻ തിൻക, പക്ഷി എടുത്തു തൻ്റെ ചുണ്ടിൽ, ചോഞ്ചി പറഞ്ഞാൽ ചുണ്ടി, ചോഞ്ചി പറഞ്ഞ ചുണ്ടിൽ, തിൻക തിൻക പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ അർത്ഥങ്ങൾ ഉണ്ടാവും, പുൽക്കൊടി എടുത്തു. ചലി ബനാനേഗർ, എന്തിനു വേണ്ടിയിട്ടാണ് പുൽക്കൊടി എടുത്തത്? ബനാനേഗർ, ഗർ ബനാനേ കിളിയെ, പക്ഷിക്ക് വീടുണ്ടാക്കണം. പക്ഷിയുടെ വീടിന് നമ്മൾ എന്താ പറയാ? കൂട് അല്ലേ? അങ്ങനെ പക്ഷിക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ചുണ്ടില് എന്തെടുത്തു? പുൽക്കൊടി എടുത്തു. കോൻ രഹേഗ ഉസ് ഗർ കെ അന്തർ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൻ എന്ന് പറഞ്ഞാൽ ആര് താമസിക്കും ആ വീടിന്റെ ഉള്ളിൽ? ആരാ താമസിക്കുക? പക്ഷി കൂട്ടില് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അതിൽ താമസിക്കും. അതാണ് ആ 4 വരിയുടെ ആശയം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കുക. ചിടിയാക്കെ ദോ ബच्चे होंगे, പക്ഷിക്ക് 2 കുട്ടികളെ ഉണ്ടാകും. ദോ പറഞ്ഞാൽ 2, ബच्चे പറഞ്ഞാല് കുട്ടികൾ. ചിടിയാക്കെ ദോ ബच्चे होंगे ഉസ് घर के अंदर, ആ വീടിന്റെ ഉള്ളിൽ. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത്, അന്തർ ഉള്ളിൽ. ഫർ നിഖലെ തോ ഉഡ് ജായേംഗെ ഫർ 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 ഫർ. കുറച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യോ? ആ പക്ഷിക്കുഞ്ഞുങ്ങളെ പറക്കൂ. എങ്ങനെയാ പറക്കുക? ഫർ 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 എന്നിട്ട് പറക്കും. ഇതാണ് ഈ കവിതയുടെ എന്താണ് ഈ കവിത വായിച്ചതിൻ്റെ ആശയം. ആലാപ് കരയെന്നുണ്ടെങ്കിൽ ഇത് മനോഹരമായ രീതിയിൽ നിങ്ങൾക്കിത് ആലപിക്കാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. 34-ാമത്തെ പേജ്. അതൊരു വർക്ക്ഷീറ്റാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. പകച്ചാനേ ലിഖേ, മനസ്സിലാക്കൂ, എഴുതൂ എന്നാണ്. നോക്കൂ, ഒരു പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ 2 ബലൂണാണ് അല്ലേ? ആ ബലൂണിൽ 2 ബലൂണിലും കുറച്ച് ഭാഗം ഒന്ന് ഒഴിച്ചിട്ടിട്ടുണ്ട് അല്ലേ? ഒഴിഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു കള്ളിയുണ്ട്. ഇടത് ഭാഗത്ത് തിൻക കൊടുത്തിട്ടുണ്ട്, ചോഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം പക്ഷിയുടെ ചുണ്ടിന് നേരെ ഉള്ള ആ ഭാഗത്ത് ചുണ്ടിന് എന്താ പറയാൻ എഴുതേണ്ടത്? ചുണ്ടിന് എന്താ പറയാ? നമ്മൾ നേരത്തെ പറഞ്ഞു ചോഞ്ച്. അപ്പം നിങ്ങളവിടെ എന്താ എഴുതേണ്ടത്? ചോഞ്ച്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പിന്നെ മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർഭാഗം കാണുന്നതിന് മുമ്പായിട്ടൊന്ന് പോസിൽ നിർത്തിയിട്ട് സ്വന്തമായി ചെയ്ത് നോക്കണം. ഇതിന് ശേഷം നിങ്ങൾ ശരിയാണോ എന്നുള്ള ഇത് തുടർന്ന് വീഡിയോ കണ്ടിട്ട് സ്വയം വിലയിരുത്താം. പിന്നെ അപ്പോൾ അവിടെ ചോദിച്ചു എഴുതി. പിന്നെ അടുത്തത് എന്ത് ചെയ്തു? തിൻക, അതും എഴുതു. ഇനി അടുത്ത താഴെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിടിയാക്കി ചോഞ്ചുമേൻ ക്യാ ഹേ, പക്ഷിയുടെ ചുണ്ടിൽ എന്താണ്? ഇപ്പൊ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്. നേരത്തെ നമ്മൾ കോൻ എന്നൊരു വാക്ക് പഠിച്ച്, ഇവിടെ ക്യാ എന്ത്. അപ്പൊ നമ്മൾ അതിന് ഉത്തരം എഴുതുമ്പോൾ വാക്യത്തിൽ തന്നെ എഴുതാം. ഉത്തരത്തിന്റെ കുറച്ച് ഭാഗം ചോദ്യത്തിൽ തന്നെ ഉണ്ട് അല്ലേ? ചിടിയാക്കി ചോഞ്ചുമേം, ആ ക്യാഹേ എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? തിൻകാഹേ. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി. ഇനി 35-ാമത്തെ പേജിലേക്ക് പോവുക. പഹച്ചാനെ ഔർ ലിഖേ, മനസ്സിലാക്കൂ, എഴുതൂ എന്നാണ്. 3 വാക്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ വാക്യത്തിൻ്റെ ആശയം നമ്മൾ ആക്കിയാലുള്ള അടുത്ത ഭാഗം നമുക്ക് അതായത് ഒരു ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ വ്യക്തമായി മനസ്സിലാക്കണം. അതിൽ ഹിന്ദി വായിച്ചിട്ട് അതിൻ്റെ ആശയം കൂടെ മനസ്സിലാക്കാൻ കഴിയണം. അപ്പം ഞാനൊന്ന് വായിക്കാം. ഗർക്കെ അന്തർ ചിടിയാക്കെ ബച്ചേഹെ. അപ്പോൾ ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ ആശയം കിട്ടി. ഗർക്കെ അന്തർ, ഗർ എന്ന് പറഞ്ഞാൽ വീട്, അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ. അപ്പോൾ ഗർക്കെ അന്തർ എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉള്ളിൽ. ചിടിയാക്കെ
പക്ഷിയുടെ ബച്ചേഹേ കുട്ടികളുണ്ട്. വ്യക്തമായല്ലോ. ഇനി അതിന്റെ അടുത്ത വാക്യം ചിടിയ തിനക്കോൻസെ ഘർ ബനാത്തി ഹേ. പക്ഷി തിനക്കോൻസെ പുൽക്കൊടി കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. അതായത് പക്ഷി പുൽക്കൊടി കൊണ്ട് വീടുണ്ടാക്കുന്നു. ഇനി അടുത്തത് ചിടിയാക്കെ ബച്ചെ ഉഡ് ജാത്തേ ഹേ. പക്ഷിയുടെ കുട്ടികളെ പറക്കുന്നു. ഈ വാക്യം നിങ്ങൾ താഴെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ വാക്യം ഏത് ചിത്രത്തിന് നേരെയാണോ അവിടെ എഴുതണം. അപ്പൊ ഒന്നാമത്തെ ചിത്രത്തില് നിങ്ങൾ എന്താ കാണുന്നത്? പക്ഷി പിന്നെ എന്താണ് പക്ഷി പുൽക്കൊടി കൊണ്ട് വീടുണ്ടാക്കുന്നു. അപ്പൊ അവിടെ നമ്മൾ ഏത് വാക്കിയതോ? ചിടിയ തെനക്കോംസെ ഗർ ബനാത്തി ഹേ. പിന്നെ രണ്ടാമത്തെ ചിത്രത്തില് പക്ഷിയുടെ കുട്ടികള്, അതായത് പക്ഷി കുഞ്ഞുങ്ങൾ പറക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ചിടിയാക്കെ ബെച്ച് ഉഡ് ജാത്തേ ഹേ. പിന്നെ അവസാനത്തെ മൂന്നാമത്തെ ചിത്രത്തിലോ വീടിന്റെ ഉള്ളില് 2 കുട്ടികളുണ്ട് അല്ലെ. അപ്പം ഗർക്കെ അന്തർ ചിടിയാക്കെ, രണ്ടെന്നല്ല ഇവിടെ 3 കുട്ടികളെ കാണുന്നുണ്ട്. അപ്പൊ ഗർക്കെ അന്തർ ചിടിയാക്കെ ബെച്ചേ ഹേ. വീടിന്റെ ഉള്ളിൽ പക്ഷിയുടെ കുട്ടികളുണ്ട്. ഈ ഭാഗം ക്ലിയർ ആയി. ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് 36ാമത്തെ പേജില് പഹച്ചാനെ അവർ താലിക വരെയെന്ന. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം. ആദ്യം ഞാനിത് പറയും, പിന്നെ വീഡിയോ മുഴുവൻ കാണുന്നതിന് മുമ്പായിട്ട് ടെക്സ്റ്റ് പുസ്തകം എടുത്ത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക. അതിനുശേഷം സംശയം ക്ലിയർ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇത് ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം വീഡിയോ കണ്ടാൽ മതി. മനസ്സിലാക്കൂ, കള്ളികൾ പൂരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗർക്കെ അന്തർ കോൻഹെ എന്ന് ആദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വലതുഭാഗത്ത് എഴുതിക്കുന്നത് ഗർക്കെ അന്തർ ലഡുക്കാഹെ. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം താഴെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്യങ്ങളുടെ ആശയം മനസ്സിലാക്കി ഉത്തരം എഴുതാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുത്ത കഹാൻഹെ, അതായത് കുത്ത പറഞ്ഞാല് നായ എവിടെയാണ്. അപ്പൊ നമ്മൾ ഒരു ചോദ്യവാക്കും കൂടെ പഠിച്ച്. ആദ്യത്തെ കോൻ പഠിച്ച്, പിന്നെ കഹാം എവിടെയെന്ന് പഠിച്ച്, പിന്നെ നദീമേം ക്യാഹെ, നദിയിൽ എന്താണ്. അപ്പൊ ക്യാ അടുത്ത ചോദ്യവാക്ക്. ബഗീജേമേം കോൻഹെ, പൂന്തോട്ടത്തിൽ ആരാണ്. ചിടിയ കഹാഹെ, പക്ഷി എവിടെയാണ്. പൗദേമേം ക്യാഹെ, ചെടിയിൽ എന്താണ്. ഇനി താഴെ കൊടുത്ത വാക്യങ്ങളിലാണ് ആ ഉത്തരം കിടക്കുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റിൻ്റെ ഉത്തരം മനസ്സിലാക്കുന്നതിൻ്റെ ആദ്യം താഴെ കൊടുത്ത വാക്യങ്ങളിലെ ആശയം മനസ്സിലാക്കുക. മലയാളത്തിൽ എന്താണ് അതിൻ്റെ ആശയം എന്ന്. പൗദേമേം ഫൂൽഹെ ഒന്നാമത്തത്, അതായത് ചെടിയിൽ പൂവുണ്ട്. ഗർക്കെ അന്തറിലെടുക്കാഹെ, വീടിൻ്റെ ഉള്ളിൽ ആൺകുട്ടിയുണ്ട്. ചിടിയ പേട് पर है, പക്ഷി മരത്തിലാണ്. നദീമേ മച്ചിലി ഹെ, നദിയിൽ മീനുണ്ട്. ബഗീജേമേ ലടുക്കി ഹെ, തോട്ടത്തിൽ പെൺകുട്ടിയുണ്ട്. കുത്ത ഗർക്കെ ബാർ ഹെ, നായ വീടിൻ്റെ പുറത്താണ്. ഇനി ഓരോ ഉത്തരങ്ങൾക്ക് എഴുതാൻ പറ്റും. കുത്ത കാ ഹെ, കുത്ത ഗർക്കെ ബാർ ഹെ. നദീമേ ക്യാ ഹെ, നദീമേ മച്ചിലി ഹെ. बगीचे में कौन है, बगीचे में लड़की है. चिड़िया कहाँ है, चिड़िया पेड़ पर है. पौधे में क्या है, पौधे में फूल है. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത പേജിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 37ാമത്തെ പേജിൽ വിചിത്ര ജീവ്, വിചിത്രമായൊരു ജീവി. സുനീത, ഇതൊരു കഥയാണ്. നേരത്തെ നമ്മൾ കവിത പഠിച്ച ഇനി ഒരു കഥയാണ്. ഈ കഥ നിങ്ങൾ ചിത്രം നോക്കിയിട്ട് കഥ എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മളിവിടെ പുസ്തകത്തിൽ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ കഥേൻ്റെ കുറച്ച് വാക്യങ്ങളെ കഥയെ ബന്ധപ്പെട്ട് ഹിന്ദിയിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ചിത്രം നോക്കി കഥ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യ ചിത്രത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ് ഖുഷിക്ക് ഖുഷി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഖുഷിയുടെ സന്തോഷം. അപ്പോൾ ഖുഷി എന്നൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ബോൾ ഉണ്ട്. എഗ് ബോൾ. നോക്കൂ, കഥയിൽ ബോളിന് അല്ലേ കണ്ണുണ്ട്, മൂക്കുണ്ട്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയാണ് സങ്കല്പത്തിലൂടെയാണ് കഥ ഉണ്ടാവുന്നത് അല്ലേ.
അപ്പോൾ ജീവനില്ലാത്ത വസ്തുക്കൾ സംസാരിക്കുന്നതിനെ സങ്കല്പിക്കുക. അപ്പം ബോൾ സംസാരിക്കും. കഥയിൽ അതുപോലെ ചിത്രകഥകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. മൃഗങ്ങൾ സംസാരിക്കൂ, പക്ഷികൾ സംസാരിക്കൂ. ഇവിടെ ഖുഷി പിന്നെ എൻ്റെ കയ്യിൽ ഒരു ബോളുണ്ട്. ബോള് ഭയങ്കര വലിയ ഇഷ്ടമാണ് ഖുഷിക്ക്. അങ്ങനെ കഥ നമ്മൾ ചിത്രം നോക്കി കഥ നമുക്ക് തന്നെ എന്ത് ചെയ്യുക, സങ്കല്പിച്ച് മനസ്സ് കാണാം അല്ലേ. അപ്പോൾ കഥക്കൊരു പേരും ഉണ്ടാവും അല്ലേ. ബോളിന് ഖുഷി ഓർ ബോൾ, ഖുഷിയും ഒരു ബോളും. അപ്പോൾ നോക്കുക, ബോള് എന്നെ എപ്പോഴും സദാസമയം ഖുഷീൻ്റെ കൂടെ ഉണ്ടാകും. രണ്ടാം നേരത്തിലും ആ ഖുഷി ബോളായിട്ട് ബോളിനോട് സംസാരിക്കുന്നതും ആ കാര്യങ്ങളും ഒക്കെ നമുക്ക് എങ്ങനെ സങ്കല്പിക്കുക ബോള്. അപ്പോൾ പിന്നെ വീണ്ടും ഖുഷി ബോളിന് എടുക്കുന്നത് കയ്യിൽ കണ്ട 3 ചിത്രം. ഒന്നാം ചിത്രത്തിൽ ബോള്, രണ്ടാമത്തെ ബോള് നിലത്ത് വെക്കുന്നത്, പിന്നെ ബോള് വീണ്ടും എന്ത് ചെയ്ത് ഖുഷി കയ്യിലെടുത്ത്. ഇനി അടുത്ത പേജിൽ പോയി കഴിഞ്ഞാലും കഥ എന്താ ചെയ്യുന്നത്, കിത്തന മസ. അങ്ങനെ ഖുഷിയുടെ വീടിൻ്റെ അടുത്ത് എന്തുണ്ടാവും, ഒരു ചെറിയൊരു നദി ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ നദിയിലേക്ക് ഖുഷി എന്ത് ചെയ്ത് ബോളിട്ട് അല്ലേ. ബോളിട്ട സമയത്ത് ബോള് ഒരു പേടിയുള്ളൊരു രീതിയിലാണ് കാണുന്നത്. എന്നെ അങ്ങോട്ട് വലിച്ചെറിയല്ലേ എന്ന രീതിയിൽ ഖുഷീനെ നോക്കുന്നുണ്ട്. അതിന് ബോളിന് ഖുഷീനെ പിരിഞ്ഞു പോകാൻ ഇഷ്ടമുണ്ടാവില്ല. അതൊക്കെ നിങ്ങളെ ഭാവനക്കനുസരിച്ചിട്ട് സങ്കല്പിച്ചിട്ട് കഥ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നോക്കൂ, ഈ നദിയിലിട്ടപ്പോൾ നദിയിൽ കുറേ ജീവികളുണ്ട്. ആ ജീവികൾ ആരൊക്കെയാ? അപ്പോൾ അതിൻ്റെ പേരും കൂടെ നമുക്ക് പഠിക്കുക അല്ലേ. അതിലൊരു നിങ്ങൾ കണ്ട് കൊക്കുണ്ട്. കൊക്കിന് എന്തിന് വക്ക് എന്നും പറയും, ബകുല എന്നും പറയും. പിന്നെ ആരാണുള്ളത്? ക്രോങ്ക്രോ എന്ന് പറയുന്നത് തവളക്ക് പറയുന്നത് മേണ്ടക് ഉണ്ട്. പിന്നെ പിന്നെ ആമനൊക്കെ ഉണ്ട് നിങ്ങളല്ലേ. ആമക്ക് പറയുന്നത് കച്ചുവ. പിന്നെ നേരത്തെ നമ്മൾ പഠിച്ച് മത്സ്യത്തിന് പറയുന്നത് മച്ചലി ഉണ്ട്. പിന്നെ ഇവിടെ മറ്റൊരു പക്ഷി ഉണ്ട്. ആ പക്ഷി എന്താ മനസ്സിലാണ്ട്, ഒരു ചിടിയ ഇപ്പുറണ്ട്. ആരാ പറഞ്ഞ ഞണ്ടുണ്ട്. ഞണ്ടിന് പറയുന്ന കേക്കട. അപ്പം ബോള് പോയി കഴിഞ്ഞപ്പോൾ ഈ ജീവികളുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ബോള് എന്താണ്, ഖുഷിയുടെ ബോള് കരയാണ്. എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ച് കരയാണ്. ആ സമയത്ത് ഖുഷി ഉദാസ് ഹേ, ഖുഷിക്ക് ഭയങ്കര വലിയ സങ്കടമായി. അപ്പം ബോൾ ഇപ്പം പോവല്ലോ, ബോളിനെ രക്ഷപ്പെടുത്തണ്ടേ. അങ്ങനെ ഖുഷി ആകെ സങ്കടത്തിലായി. അതിനാണ് ഖുഷി ഉദാസ് ഹേ, സങ്കടം വന്നു. അപ്പോൾ ഞണ്ട് ബോളിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞണ്ട് പറയാ ഗോൾ ഹേ, ഇതൊരു ഗോളാണല്ലോ, ഒരു ഗോളാകൃതിയിലുള്ള സാധനം, ഒരു ഗോളാണ് എന്ന് പറയാം. കൊക്ക് വന്നിട്ട് കൊത്തി വെക്കൂ. കൊക്ക് ബോള് കൊത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ചോഞ്ച് ബോൾ മേം പംസ് കൈ, കൊക്കിൻ്റെ ചുണ്ട് ബോളില് കുടുങ്ങിപ്പോയി. അങ്ങനെ കൊക്ക് നോക്ക്, കഥയിൽ നിങ്ങൾ നോക്കുക, അതിന് തൊട്ടടുത്ത് ആമ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ബോള് കൊക്കിൻ്റെ ചുണ്ട് കുടുങ്ങിയത് കണ്ടിട്ട് ബാക്കി ജീവികളൊക്കെ നമുക്ക് പേടിച്ചിട്ട് ഇത് എന്തോ ഒരു സംഭവമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ കഥയുടെ പേര് ഒരു വിചിത്ര അല്ലേ, വിചിത്ര ജീവന്. നമ്മൾ നേരത്തെ ഖുഷിവർ ബോൾ ഇട്ടിട്ട് കഥക്ക് തന്നെ വ്യത്യസ്ത പേരുകൾ ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് വിചിത്ര ജീവൻ എന്നാണ് കഥയുടെ പേര് നമ്മുടെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഇത് കൊക്ക് ബോള് കുത്തി കൊക്കിനെ കണ്ടപ്പോൾ എന്ത്, ഭാഗോ ദോസ്തോ ഭാഗോ എനിക്ക് വിചിത്ര ജീവ്, കൂട്ടുകാരെ ഓടൂ, ഒരു വിചിത്രമായ ജീവിണ്ട് വന്നിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവര് എല്ലാവരും കൂടെ ഓടുകയാണ്. അത് അങ്ങനെ ഓടുന്നത് കാണുന്നുണ്ട്. വീണ്ടും കഥ തുടരുക. അപ്പം കുരങ്ങൻ ബന്ദർ ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ് കൊക്കിനോട്, കൊക്ക് എന്തോ വിചിത്രമായൊരു സാധനം തിന്നാൻ വേണ്ടിയിട്ട് കൊക്കിന് കൊത്തിക്കൊണ്ടുവരാന്നാണ് ആര് വിചാരിച്ചത്? നമ്മളെ ഈ കുരങ്ങച്ചാര് വിചാരിച്ചത്. ഈ ദാന കാൻസേ, ഈ ധാന്യോ എവിടുന്നാണ്? മുജേതോ, ഇത് എനിക്കും വേണം പറഞ്ഞിട്ട് കുരങ്ങൻ എന്ത് ചെയ്ത് കൊക്കിൻ്റെ വയ്യാലെ പാഞ്ഞ് ബോള് പിടിച്ചിട്ട് ആ സമയത്ത് കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് ബോൾ എന്ത് ചെയ്ത് താഴോട്ടേക്ക് വീണ് വീണത് ഒരു കൃഷിസ്ഥലത്ത് ഉറങ്ങുന്ന ഒരു കൃഷിക്കാരൻ്റെ മേലേക്കാണ് എന്ത് ചെയ്ത് ബോള് വീണത്. കൃഷിക്കാരൻ എന്ത് ചെയ്ത് ആ ബോൾ എടുത്തിട്ട്
ഫസൽ കി രഖ്വാലി കരേക, എൻ്റെ വിളവൊക്കെ സംരക്ഷിക്കും. അങ്ങനെ ചില കൃഷി സ്ഥലത്ത് നിങ്ങൾ കാണേണ്ട ഒരു കോലുണ്ടാക്കി വെക്കുന്നില്ലേ, അങ്ങനെ കൃഷിക്കാരൻ എന്ത് ചെയ്ത് അവിടെ അത് വെച്ച്. അതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ബോളിന് ഗുഷീനും കാണാം, ഗുഷ്ക്ക് ബോളിനും കാണാം. അങ്ങനെ ബോളിൻ്റെ അടുത്ത് ഗുഷി നിന്നിട്ട് ആ ഗുഷി ഗുഷ് ഓകയി. ഇപ്പം ഗുഷി എന്ത് ചെയ്ത് വളരെ ഗുഷിക്ക് സന്തോഷമായി. അങ്ങനെ ഈ കഥ അവസാനിക്കുകയാണ്. ഇത് നമുക്ക് 42-ാമത്തെ പേജിൽ വർക്ക്ഷീറ്റ് ഉണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ. രംഗ് ബരേൻ ലിഗേം, നിറം കൊടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് മീനിന് നിറം കൊടുക്കാൻ എന്നിട്ട് മീനിന് നിറം കൊടുത്തിട്ട് അവിടെ നമ്മൾ ചെയ്തു, മച്ചലി, ഞണ്ടിന് നിറം കൊടുത്തിട്ട് അവിടെ കേക്കട, മരത്തിന് നിറം കൊടുത്തിട്ട് പേട് എഴുതാം. ഇനി അടുത്ത് നിങ്ങളെ പുസ്തകത്തിലുള്ളൊരു പിന്നെ ഇതാണ് ഖുഷിക്കോ ലക്ഷ്യപ്പർ പോഞ്ചായേ, ഖുഷിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നുള്ള ഒരു പിന്നെ ഒരു വഴി കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അവിടെ പദങ്ങൾ അതിൽ പഠിക്കുക. താലാബ് കുളം, ടോക്കരി കണ്ടോ കൊട്ട, ഗർ വീട്, ലിഗേം. ഖുഷി അവർ ബോൾ കഹാൻ ജാരേ, ഖുഷിയും ബോളും എങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ഖുഷിയും ബോളും കൂടി ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഖുഷി അവർ ബോൾ ഗർ ജാരേ അങ്ങനെ ചെയ്താ. അപ്പോൾ ആ ഭാഗം 43-ാമത്തെ പേജും കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തതും വർക്ക്ഷീറ്റാണ് 44. ചിത്രരേഖയും ലിഖയും, ചിത്രം നോക്കൂ എഴുതൂ. ചിത്രത്തിൽ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് അല്ലേ. താലാബ് ഹേ, ഇത് ഒരു കുളമാണ്. ഇനി കുളത്തിൽ ആരൊക്കെയാ ഉള്ളത്? അപ്പോൾ നമുക്ക് അടുത്ത വാക്യം ചെയ്താ കുളത്തിൽ വസിക്കുന്ന ആളുകള് താലാബുമേം മേണ്ടക് ഹേ, ഒരു വാക്യേ കുളത്തില് മേണ്ടക് ഉണ്ട്. പിന്നെ അടുത്തത് ചെയ്താ താലാബുമേം വക്ക് ഹേ, കൊക്കുണ്ട്. പിന്നെ 4-ാമത്തെ താലാബുമേം ബന്ദർ ഹേ. 4 വാക്യാണ്, 4 കൂടുതലും വാക്യങ്ങൾ നമുക്ക് എഴുതാം അല്ലേ. താലാബ് കെ കിനാരെ, കുളത്തിന്റെ തീരത്ത് ഏക് പേട് ഹേ അങ്ങനെ ചെയ്താ. അപ്പം തൽക്കാലം നമുക്ക് ഈ വർക്ക്ഷീറ്റിലുള്ള വാക്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇവിടെ യയ് ക്യാ ഹേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എന്താണ്? അതിന് താഴെ യയ് കോൻ ഹേ, ഇത് ആരാണ്? ഇനി അടുത്തത് ഒരു വർക്ക്ഷീറ്റാണ്. താലിക ദേക്കേൻ ചിത്രക്കോ രംഗതേം, കള്ളി നോക്കുക, ചിത്രങ്ങൾക്ക് പേര് നിറം കൊടുക്കാനാണ് പറഞ്ഞത്. രംഗ് നല്ല നിറം. അപ്പോൾ ഇവിടെ കച്ചുവാന്റെ നിറങ്ങൾ ബ്രൗൺ നിറം കണ്ട്, ബ്രൗൺ എന്ന് പറയുന്നത് ബൂര. മച്ചലി മഞ്ഞ നിറം, അവിടെ പീല. മേണ്ടക്ക് പച്ച, ഹര. ഫൂൽ ചുവപ്പ്, ലാൽ. കൗവ കാക്ക, കറുപ്പ്, കാല. ഇങ്ങനെ ഓരോന്നിനും ഈ ചിത്രത്തിൽ ഇതനുസരിച്ചിട്ടുള്ള നിറം നിങ്ങൾക്ക് കൊടുക്കാം. 45-ാമത്തെ പേജ് കഴിഞ്ഞ് അടുത്ത് 46-ാമത്തെ പേജിൽ എണ്ണം പഠിക്കാനാണ് ഇവിടെ പറയുന്നത്. 1-ാമത്തെ ചിത്രത്തില് ഏക് ബന്ദർ, ഒരു കുരങ്ങൻ. 2-ാമത്തെ ദോ കച്ചുവേ. ഈ ഒഴിഞ്ഞ കള്ളികൾ നമുക്ക് താഴെ നോക്കിയിട്ട് നിങ്ങൾ പൂരിപ്പിക്കുക. താഴെ കൊടുത്തിട്ടുണ്ട് കള്ളിയിൽ കണ്ട 1 2 3 4 5. 1 എന്ന് പറഞ്ഞാൽ 1, 2 2, 3 3, 4 4, 5 5. അത് പ്രകാരം നിങ്ങൾക്ക് 2-ാമത്തേൽ ദോ കച്ചുവേ 3, 3 ബഗുലെ 3 കൊക്കുകൾ, 4 4 മച്ചലിയാം, 5 5 ഫൂൽ. അപ്പോൾ ക്ലിയറായി. ഇനി 47-ാമത്തെ പേജിൽ നിങ്ങൾ നോക്കൂ. പകച്ചാനെ ഗംബ ബരെ, മനസ്സിലാക്കൂ. കള്ളി നിറയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്. ആയത്ത് സുബ്, ചിടിയ, തിൻക, ഗർ, കലിയാം, പേട്, രാത്ത്, ധൂബ്, ഗുഷി. എന്നിട്ട് ഇവിടെ നോക്കൂ, ച എന്ന അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഈ അക്ഷരം വരുന്ന ഒരു വാക്കുണ്ട് ഇവിടെ, അതാണ് ഇവിടെ എഴുതി ചിടിയ. അങ്ങനെയാണ് ഈ ക എന്ന അക്ഷരം വരുന്ന വാക്ക് ഏതാ? കലിയാം. പിന്നെ ത വരുന്നത് തിൻക, രാ വരുന്നത് രാത്ത്, സ വരുന്നത് സുബ്, പ വരുന്നത് പേട്. പിന്നെ ഗ ഗർ, പിന്നെ
ഖുഷി, പിന്നെ ദ, ധൂപ്. അപ്പോൾ ഈ വാക്കുകളും കൂടെ നിങ്ങൾ എഴുതുക. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ ആവർത്തിച്ചിട്ട് വാക്കുകളൊക്കെ പുതിയ വാക്കുകളൊക്കെ ആവർത്തിച്ചിട്ട് പഠിക്കുക. വീണ്ടും വായിച്ചു നോക്കുക. പിന്നെ അടുത്ത പേജ് 48, 49 പേജിലായിട്ട് നമ്മൾ പഠിച്ച ഭാഗത്തുള്ള എല്ലാ വാക്കുകളും ഭൂരിഭാഗം വാക്കുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ കൂടെ നിങ്ങൾ എഴുതുക, എഴുതിയിട്ട് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് കഴിയാണ്. ഈ പാടും കഴിഞ്ഞ്. അപ്പോൾ ക്ലാസ് കേട്ട എല്ലാവർക്കും ബഹുത് ബഹുത് ശുക്രിയ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.